പാർട്ടിക്കാരെ അതാരത്? വോട്ട് വെച്ചിട്ട് വരുന്നതാ. അത് ശരി. മൂപ്പര് നമ്മുടെ ഇവിടെ വന്ന് നാട്ടിൽ വന്ന കൂടിയില്ലേ? ഇവിടുത്തെ ആളല്ലല്ലോ. അത് ശരി. മനോദേട്ടാ, ഒന്ന് നിൽക്ക്. ആ വെള്ളയും വെള്ളിയിട്ട് കക്ഷിയില്ലേ, അതാണ് കോയ. കൊടയിട്ടിരിക്കുന്ന അതാണ് അഹമ്മദ് കോയ. വോട്ട് വെച്ചിട്ടുള്ള വരവാ. ആ, അതാണ് അങ്ങനെ കൈ ചൂണ്ടി പറയരുത്, അവരൊക്കെ സംശയം തോന്നരുത്. നമ്മൾ വേറെന്തോ അതല്ലേ, അത് തെങ്ങ്. എന്നിട്ട് സുഖമല്ലേ അഹമ്മദ് കോയക്ക? അല്ലാഹു റബ്ബി, ഇന്റെ പേരറിയാണെങ്കിൽ എന്താണ് പിന്നെ ഒരു വിഷമം ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പറയാണ്. എന്തേ? ഭാര്യ ആശുപത്രി കിടന്നിട്ട് ഒന്ന് കാണാൻ പറ്റില്ല. എന്റെ ഭാര്യക്ക് എന്താ പറ്റി? എന്റെ ഭാര്യയല്ല, കോയക്കയുടെ ഭാര്യ ആശുപത്രി കിടന്നല്ലോ. അത് പറഞ്ഞോ? കാണാൻ വേണ്ടിയിട്ട് ഞാന് വണ്ടി ഡ്രൈവറെ വിളിച്ചു, റൂം, ആശുപത്രി എല്ലാം തിരക്കി എല്ലാം എഴുതി വെച്ചിട്ട് ഇറങ്ങായിരുന്നപ്പോ പെട്ടെന്ന് ഒരു പനിയും ചുമയും ജലദോഷം. അപ്പൊ അതുകൊണ്ട് അവിടെ വന്നൊരു രോഗിയെ കാണാൻ ഞാനെന്നെ വല്ലപ്പോഴാ പോയതാണ്. അപ്പൊ അതുകൊണ്ടാ അങ്ങനെ വരാത്താലും വേറെ വിഷമം എന്തായി പറയണേ. പിന്നെ ഇവിടെ ഇങ്ങനെ മാറി നിന്നപ്പോ വിചാരിച്ചു എനിക്ക് മൊയ് തൂക്കാൻ അറിഞ്ഞൂടെന്ന്. എന്ത് വർത്താനം മൊയ് തൂക്കാ? തടിക്കച്ചവടം എങ്ങനെ പോകുന്നു? തനിക്കൊരു ഉസാറായിട്ട് പോണ്. പിന്നെ ഗൾഫുകാര് മക്കൾ എന്ത് പറയണു? ദുബായില്. പിന്നെ രണ്ടാമത്തവൻ ബഹ്റൈൻ. സൗദി. സൗദി ബഹ്റൈൻ കണക്ഷൻ ഫ്ലൈറ്റ് വഴിയാണല്ലോ സൗദിക്ക് പോയത്. രണ്ടാൾക്കും സുഖമാണല്ലോ, സന്തോഷമാണല്ലോ, സമാധാനമാണല്ലോ. അത്ര അറിഞ്ഞാ മതി. എന്നാ പിന്നെ ഞങ്ങൾ വോട്ട് ചോദിച്ചില്ല. എന്ത് വോട്ട് ചോദിച്ചില്ലാന്ന്? ആരോട് വോട്ട് ചോദിച്ചില്ല? ഇനി ഇങ്ങനെയൊന്നും ഒരാരും മുമ്പെന്ന് ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഉള്ള അവർക്ക് അറിയാം, അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാം അറിയാം. ഇവിടെ നമ്മുടെ ഓട്ടൊക്കെ മമ്മദനുള്ള മമ്മദല്ല, മന്മഥൻ. അതെന്താ? അതിപ്പോ രണ്ടായാലും ഒന്നാ, ഇതെല്ലാം ഒരു കുടുംബമല്ലേ? അപ്പൊ ശരി. അവിടെ നിന്ന് സ്റ്റീവാ, സ്റ്റീവാ. ഇതാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ. വല്ല നാട്ടിൽ നിന്നും വന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മത്സരിക്കണ ആളാ. എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു എന്ന് ആലോചിച്ച് നോക്കും. മുടുക്കനാ. അതാണ് മുതല്. ഇങ്ങനെ ഇരിക്കണേ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കാണ് നമ്മളറിയാത്തത്. ഇതിപ്പോ അന്യ നാട്ടിൽ നിന്ന് വന്ന മുതലാ. കണ്ടോ? അതാണ് അന്യ